ഹലോ, നിങ്ങളിൽ പലരും ഹെയർ ഡാമേജും ഹെയർ ഡ്രൈനെസ്സും ഫേസ് ചെയ്യുന്നവരാണോ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് അടിപൊളി ഹെയർ മാസ്ക് പറഞ്ഞുതരാം. ഒരു ഹണി ഹെയർ മാസ്ക് ആണ്. പലരും അത്ഭുതപ്പെട്ടിട്ടുണ്ടാവും ഹണി ഹെയർ മാസ്ക് എന്ന് പറയുമ്പോൾ. കാരണം ഹണി ഹെയറിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നരയ്ക്കും എന്നുള്ളൊരു തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉണ്ട്. എന്നാൽ സയന്റിഫിക്കലി ഇത് എവിടെയും പ്രൂവ് ചെയ്തിട്ടില്ല കേട്ടോ. സോ ഹണി ഇപ്പം കോമൺ ആയിട്ട് ഷാംപൂസിലാണെങ്കിലും കണ്ടീഷണറിലാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഹണി. സോ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒരു 2 സ്പൂൺ ഹണി വേണം, 1 സ്പൂൺ തൈര്, അത് കുറച്ച് പുളിയുള്ള തൈരായിരിക്കണം, അതാണ് ഏറ്റവും നല്ലത്. പിന്നെ 1 സ്പൂൺ ഓയിൽ, കോക്കനട്ട് ഓയിൽ ഇല്ലെങ്കിൽ ഒലീവ് ഓയിൽ, 1 സ്പൂൺ അലോവറ. വീട്ടിലുള്ള അലോവറ ആണെങ്കിൽ അത്രയും നല്ലത്. അതിന്റെ ജെൽ എക്സ്ട്രാക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായി ക്രഷ് ചെയ്ത് ജ്യൂസ് ആക്കി നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്ത് 20 മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്ക് വാഷ് ഔട്ട് ചെയ്യാം. നോർമൽ വാട്ടറിൽ വാഷ് ഔട്ട് ചെയ്യാം. ഇതിന്റെ സ്മെല്ലൊക്കെ അലർജി ഉള്ളവർക്ക് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മൈൽഡ് ഷാമ്പൂ, ബേബി ഷാമ്പൂസ് യൂസ് ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാം. ശരിക്കും പറഞ്ഞാൽ ഹണി നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. ഹ്യൂമെക്ടൻ പ്രോപ്പർട്ടി ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയണതാണ്. സോ നമുക്ക് ഹണി നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാം. കേർഡ്, അതായത് തൈര് എന്ന് പറയുന്നത് ഡാൻഡ്രഫ് ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്യുന്നവർക്ക് നല്ലൊരു റെമഡിയാണ്. അലോവറ പറയുന്നത് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും. ഒലീവ് ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഇതൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ മാസ്ക് ആണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. ബൈ.